شهر شعبان لا يخص بعبادة معينة ولا يخص يوم فيه ولا ليلة فيه كليلة النصف من شعبان بعمل خاص. ولهذا يجب أن يتعود المسلم على أن كل عمل لم يعمله رسول الهدى صلى الله عليه وسلم فلا يعمله. هل احتفل رسول الله صلى الله عليه وسلم بليلة النصف من شعبان؟ وكذا أبو بكر وعمر وعثمان وعلي وسائر الصحب والآل أجمعين رضوان الله عليهم؟ لا، فيسعنا ما يسعهم. والذي عليه جمهور المحققين أن ليلة النصف من شعبان كسائر الليالي، فليس فيها فضل معين ولا تخص بعبادة معينة، فليحقق المسلمون توحيدهم لربهم ومتابعتهم لحبيبهم صلى الله عليه وسلم، ويحذر الأهواء والمخالفات والبدع والمعاصي والمنكرات. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അബ്ദുറഹ്മാൻ സുദൈസ് വഹാബി ഭരണത്തിന്റെ കീഴിൽ മക്കത്തെ ഇമാമായിട്ടുള്ള ആളല്ലേ. അയാളിലും ആ വഹാബിയത്തിന്റെ അംശങ്ങളില്ലാതിരിക്കുമോ? എന്നാലും കേരള വഹാബികളെ കാണിട്ട് ഇയാൾ കുറെ മെച്ചപ്പെട്ട ആളാണ്. കേരള വഹാബികളുടെ ഒരുപാട് തോന്നിവാസങ്ങളും വേണ്ടാത്തരങ്ങളും ജഹാലത്തുകളും ഇദ്ദേഹത്തിന്റെ കയ്യിലില്ല എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാലും വഹാബി ആശയമുള്ള ആളായത് കൊണ്ടാണല്ലോ അടുത്ത ഇമാമായിട്ട് നിയമിച്ചിട്ടുള്ളത്. അതെല്ലാം ഉണ്ടാവും. അപ്പോ ബറാത്ത് രാവ് എന്നത് പ്രത്യേക എന്തെങ്കിലും ഒരു അമല് അന്ന് സുന്നത്താണ് എന്ന് ഫുഖഹാക്കൾ പറയുന്നില്ലല്ലോ. അതില്ല എന്ന് തന്നെയല്ലേ പറയുന്നത്. പ്രത്യേകിച്ച് ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ ഫത്താവുൽ കുബ്രയിൽ അന്ന് പ്രത്യേക നിസ്കാരമുണ്ട് എന്ന് ചില ആളുകൾ, ചില ഇമാമുകൾ പറഞ്ഞു പോയതിനെ ഖണ്ഡിച്ചിട്ടുണ്ടല്ലോ ശക്തമായിട്ട്. പ്രത്യേകമായൊരു നിസ്കാരം 70 റക്അത്തോ മറ്റോ എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞ അഭിപ്രായത്തെ ശക്തിയുക്തം ഫത്താവുൽ കുബ്രയിൽ ഖണ്ഡിക്കുന്നുണ്ട്. അങ്ങനെ പ്രത്യേക നിസ്കാരം സുന്നത്താണെന്ന് പറയണമെങ്കിൽ അതിന് വ്യക്തമായ തെളിവ് വേണമെന്നുള്ളതാണ് നമ്മുടെ മദ്ഹബിന്റെ നിലപാട്. അതുകൊണ്ട് അത് പറയാൻ പാടില്ല എന്ന് തന്നെ ശക്തമായി അതിനെ എതിർത്തിട്ടുണ്ട് ഇബ്നു ഹജർ തങ്ങൾ. ആ എതിർത്ത ഫത്വ വഹാബികള് പിന്നെ വലിയ തെളിവായിട്ട് കൊണ്ടുനടക്കാറുണ്ട്. പക്ഷെ അവിടെ തന്നെ ഇബ്നു ഹജർ തങ്ങൾ അതിന്റെ അവസാന ഭാഗത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന് ഈ ഫത്വ കൊടുക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയതുപോലെ സൗകര്യപൂർവ്വം അടർത്തിയെടുത്തിട്ട് പ്രചരിപ്പിക്കുന്ന വഹാബികൾ ആ ഫത്വനെ കുറിച്ചും ഉണ്ടാകുന്നില്ല, അതിന്റെ അവസാന ഭാഗത്തെ കുറിച്ചും ഉണ്ടെന്നില്ല. ഈ എല്ലാ ഖണ്ഡനങ്ങളും നടത്തിയതിനു ശേഷം ഇബ്നു ഹജർ തങ്ങൾ പറയുന്നത് വൽഹാസിലു അന്നലി ഹാദിഹിൽ ലൈലത്തി ഫദ്ലാ, പറഞ്ഞതിന്റെ ആകത്തുക നിശ്ചയമായിട്ടും ഈ രാത്രിക്ക് ശ്രേഷ്ഠതയുണ്ട് എന്ന് തന്നെയാണ്. ശ്രേഷ്ഠതയില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. വഅന്നഹു യഖഉ ഫീഹാ മഗ്ഫിറത്തുൻ മഖ്സൂസ, ഈ രാത്രിയിൽ പ്രത്യേകമായ മഗ്ഫിറത്ത് അള്ളാഹുവിൽ നിന്ന് ലഭിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. വസ്തിജാബത്തുൻ മഖ്സൂസ, പ്രത്യേകമായ ദുആക്ക് ഉത്തരം കിട്ടുന്ന രാവാണിത് എന്നുള്ളതിലും സംശയം വേണ്ട. വമിൻ തമ്മ ഖാല ശാഫിഈ റളിയല്ലാഹു അൻഹു, അതുകൊണ്ടാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു വമിൻ തമ്മ ഖാല ശാഫിഈ റളിയല്ലാഹു അൻഹു ഇന്ന ദുആ യുസ്തജാബു ഫീഹാ എന്ന് ഷാഫിമാൻ പറഞ്ഞിട്ടുണ്ട്. നിശ്ചയമായിട്ടും ആ രാത്രിയിൽ ദുആക്ക് ഉത്തരം കിട്ടും എന്ന് ഷാഫിമാൻ പറഞ്ഞത് വെറുതെ അല്ലല്ലോ. വഇന്നമൻ നിസാഉ ഫി സ്വലാത്തിൽ മഖ്സൂസത്തി ലൈലത്തഹാ, ഞാൻ പറഞ്ഞ അഭിപ്രായ വ്യത്യാസവും ഖണ്ഡനങ്ങളും ആ രാത്രിയിലെ പ്രത്യേക നിസ്കാരത്തെക്കുറിച്ചാകുന്നു എന്ന് ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ ഫത്താൽ കുബ്രയിൽ പറയുന്നുണ്ട്. ഷാഫി ഇമാമിന്റെ ഈ ഖൗല് നിരവധി മുഹദ്ദിസ് ഇമാമിങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഷാഫി ഇമാം സ്വന്തം കിതാബുൽ ഉമ്മിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. വബലഗന അന്നഹു കാന യുഖാലു ഇന്ന ദുആഅ യുസ്തജാബു ഫി 5 ലയാലിൻ, 5 രാത്രികളിൽ പ്രത്യേകം ദുആക്ക് ഉത്തരം കിട്ടുമെന്ന വിവരം മുൻഗാമികളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഷാഫിമാൻ പറയുന്ന മുൻഗാമികൾ താബിഈങ്ങളും പിന്നെ സ്വഹാബത്തുമാണ്. മഹാനർ താബിഈങ്ങളിൽ പെട്ട ആളാണല്ലോ. അതുകൊണ്ട് തന്നെ മുൻഗാമികളിൽ നിന്ന് ലഭിച്ചു എന്ന് പറയുന്ന ആ വാക്കിന് വല്ലാത്ത വിലയാണുള്ളത്. 5 രാത്രികളിൽ പ്രത്യേകം ദുആക്ക് ഉത്തരം കിട്ടും. ഒന്ന് ലൈലത്തുൽ ജുമുഅ, ഫീ ലൈലത്തുൽ ജുമുഅ വലൈലത്തുൽ അദ്ഹാ വലൈലത്തുൽ ഫിത്രി,
വെള്ളിയാഴ്ച രാവ്, 2 പെരുന്നാൾ രാവ്, 3ആയി. അപ്പൊ അവ്വലി ലൈലത്തിൻ മിൻ റജബിൻ, റജബിന്റെ ആദ്യത്തെ രാവ്, വ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ മാസത്തിന്റെ 15ാമത്തെ രാവ്. ഷാഫി ഇമാമിനെ പോലത്തെ മഹത്തുക്കള് സ്വന്തം കിതാബിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്ദുറഹ്മാൻ സുദ്ദൈസിനെ പോലത്തെ ആരെങ്കിലും ഇന്നത്തെ ഏതെങ്കിലും മൗലവിമാർ പറയുന്ന വാക്കിന് എത്ര പ്രസക്തി ഉണ്ടാവും എന്ന് നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഷാഫി ഇമാമിന്റെ ഈ ഖൗല് ഇമാം ബൈഹഖി സുനനുൽ കുബ്രയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം നവവി തങ്ങൾ ഷറഹുൽ മുഹദ്ദബിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഷാഫി ഇമാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹജർ തങ്ങളെ ഫതാൽ കുബ്ര ഞാൻ പറഞ്ഞല്ലോ. ഇങ്ങനെ നോക്കിയാൽ നിരവധി മഹാന്മാർ ഈ രാവ് പ്രത്യേകതയുള്ള രാവാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. മുസന്നഫ് അബ്ദുർ റസാഖിൽ ഒരു ഹദീസ് ഉണ്ട്. ശുഅബുൽ ഈമാനിൽ ഇമാം ബൈഹഖിയും ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട് സനദ് സഹിതം. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ടാണ്. ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഖാല ഖംസു ലയാലിൻ ലാ തുറദ്ദു ഫീഹിന്ന ദുആഉ, 5 രാത്രികളിൽ ദുആക്ക് ഉത്തരം കിട്ടും, അല്ല തട്ടൂല ദുആനെ എന്ന് പറഞ്ഞ 5 രാവ്, ഈ പറഞ്ഞ 5 രാവ് തന്നെ. ഷാഫി ഇമാം വെറുതെ പറഞ്ഞതല്ലത്, മുൻഗാമികളിൽ നിന്ന് വരും കിട്ടിയത്. ഇബ്നു ഉമർ തങ്ങളുടെ വാക്കായിട്ട് മുസന്നഫ് അബ്ദുർ റസാഖ്, ബുഖാരി ഇമാമിന്റെ ഗുരുവര്യന്മാരിൽപ്പെട്ട മഹാനാണല്ലോ ഹാഫിദ് അബ്ദുർ റസാഖ് തങ്ങൾ, ബഹുമാനപ്പെട്ടവരുടെ മുസന്നഫ്, ഇമാം ബൈഹഖിയുടെ ശുഅബുൽ ഈമാൻ, ഇതെല്ലാം ഈ ഹദീസ് കാണാം. അതിൽ പറയുന്ന ഒന്ന് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാനാണ്. അപ്പൊ ഇങ്ങനെല്ലാം ഉണ്ട്. ഇത് ഇല്ല എന്ന് വെറുതെ പറഞ്ഞതുകൊണ്ടൊന്നും ഇല്ലാതാവൂല. മഹാന്മാര് ഈ രാവ് പ്രത്യേകതയുള്ള രാവാകുന്നു എന്ന് പറഞ്ഞ ധാരാളം മഹാന്മാരുണ്ട്. ആരെങ്കിലും ചിലർ ഇല്ല എന്ന് പറഞ്ഞവരുണ്ടാകാം, ഇല്ല എന്ന് പറയുന്നില്ല. ഏതായാലും നമ്മുടെ പാരമ്പര്യം ഷാഫി ഇമാമിന്റെ ഖൗല് സ്വീകരിച്ചുകൊണ്ടും നബിമാമിന്റെ ഖൗല് സ്വീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ തങ്ങളുടെ ഖൗല് സ്വീകരിച്ചുകൊണ്ട് ഇതുപോലത്തെ മഹത്തുക്കളുടെ ഖൗലുകൾ സ്വീകരിച്ചുകൊണ്ടും ഇമാം ഗസാലിയെ പോലത്തെ മഹത്തുക്കളുടെ ഖൗലുകൾ സ്വീകരിച്ചുകൊണ്ടും ഈ രാവിനെ ആദരിച്ചു വരുന്ന പാരമ്പര്യമാണ്. അതിനെതിരിൽ ഇന്നത്തെ ഏതെങ്കിലും മൗലവിമാരോ വഹാബികളോ പറഞ്ഞാൽ ഹദീസുകൾ ദഈഫോ സഹീഹോ എന്നുള്ള ചർച്ച നമുക്ക് മാറ്റിവെക്കാം. ഇനി ഇത്തരം ഫളായിലുകൾ പറയാൻ സ്വഹീഹന്ന ആവണ എന്നുള്ള ചർച്ചയും പണ്ഡിതന്മാരുടെ ഇടയിലുണ്ടല്ലോ, അതെല്ലാം നമുക്ക് അവിടെ മാറ്റിവെക്കാം. അന്ന് തൽക്കാലം ആ ചർച്ചയ്ക്ക് പോട്ടെ. ഹദീസ് ദഈഫൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ചർച്ചകളൊക്കെ അതിലുള്ളതൊക്കെ ഉണ്ടായിക്കോട്ടെ. അക്കാരണം കൊണ്ട് ഈ രാത്രിക്ക് മഹത്വമില്ല എന്ന് പറയുന്നത് ആര്? വഹാബികളാണ്, ഇന്നത്തെ ഏതെങ്കിലും മൗലവിമാർ. അതേ സമയത്ത് ഈ രാത്രി വലിയ ബഹുമാനമുള്ള രാവാണെന്ന് മുൻഗാമികളിൽ നിന്ന് എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞതോ ഷാഫി ഇമാം സ്വന്തം കിതാബിൽ, നവവി ഇമാം, ഇബ്നു ഹജർ തങ്ങൾ, ഇമാം ഗസാലി, ഇമാം സുയൂത്തി, ഇമാം ഖുർത്തുബി, ഇതുപോലത്തെ നിരവധി ദശക്കണക്കിന് നൂറുകണക്കിന് ഇമാമുകൾ. ഈ ഇമാമുകളുടെ ഗ്രേഡും ഈ അബ്ദുറഹ്മാൻ സുദ്ദൈസിനെ പോലത്തെ ഇന്നത്തെ ഏതെങ്കിലും മൗലവിമാരുടെ ഗ്രേഡും നമ്മളൊന്ന് ത്രാസിൽ വെച്ച് തൂക്കി നോക്കിയെങ്കിൽ ഏത് പൊട്ടനും തിരിയില്ലേ, ഇവരെ കാണും ഏറ്റവും വലിയവർ അവർ തന്നെയാണ്. അപ്പൊ അതാണ് നമ്മുടെ പാരമ്പര്യം എന്ന് മനസ്സിലാക്കുന്നതായിരിക്കും നന്ന്.